ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്ന വിഷയം ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. 2024 നവംബർ മാസം 27-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലം. 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ നവഗ്രഹങ്ങൾ നൽകുന്ന അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു അധ്യായമാണ്. കാരണം ഇപ്പോൾ പലർക്കും ബുധനാഴ്ച ദിവസമൊക്കെ പലർക്കും പ്രതികൂലമായ അനുഭവങ്ങൾ, ഒരുപാട് പേർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കുക. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വേണം. ഓരോ ദിവസവും വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ. അങ്ങനെ ശ്രദ്ധയില്ലാതെ വരുമ്പോഴാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. ചന്ദ്രനാകട്ടെ ഇവരെ സംബന്ധിച്ച് 6-ലും 7-ലും വരുന്നൊരു ദിവസമാണ്. 6-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലേക്കും ചന്ദ്രൻ വരുന്നൊരു ദിവസവും കൂടിയാണ്. അപ്പോൾ സൂര്യനാകട്ടെ അഷ്ടമത്തിൽ നിൽക്കുന്നു, ശനി 11-ൽ നിൽക്കുന്നു. അപ്പോൾ 4-ൽ കുജൻ നീചനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയാണ്. അവർക്ക് 9-ാം ഭാവത്തിൽ ഭാഗ്യഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഈ നാളുകാരെ സംബന്ധിച്ച് എങ്ങനെ ഉള്ള അനുഭവമായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മേടക്കൂറുകാർക്ക് ബുധനാഴ്ച ദിവസം സുഖസ്വസ്ഥത, ദേഹനന്മ അനുകൂലമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി, മാതാവിൻ്റെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. തൊഴിൽപരമായുള്ള നേട്ടം അനുകൂലമാണ്. ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹബന്ധത്തോടു കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ചിലർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ, പിതാവിന് രോഗം വന്നു ചേരാം, തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകാം. അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ വ്യാപാരികളെ സംബന്ധിച്ച് അവർക്ക് വ്യാപാര വിജയവും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഉണ്ടാകും. അവർക്ക് സുഖാനുഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. തൊഴിൽ മേഖലയിൽ തൊഴിൽപരമായുള്ള നേട്ടമുണ്ട്. പക്ഷേങ്കിൽ അതിൽ കൂടിയും വലിയ മെച്ചപ്പെട്ട ഒരു ജീവിതാനുഭവം സാഹചര്യം വന്നു ചേരാൻ സാധ്യത കുറവാണ്. കാരണം 12-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ഒരു സമയമാണ്. രാഹുവാണ് ഇവരെ കൂടുതൽ സ്വാധീനിക്കുന്നതെങ്കിൽ ഇവർക്ക് ഈ 2-ലെ വ്യാഴത്തിൻ്റേതായുള്ള നേട്ടമൊന്നും ഇവർക്കുണ്ടാകത്തില്ല എന്നുള്ളതും മനസ്സിലാക്കുക. രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക. ഓക്കെ, ഇനി ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ബുധനാഴ്ച ദിവസം ദാമ്പത്യ ജീവിത വിജയം അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണെന്ന് പറയാം. പക്ഷേ ബുധനാണോ ശനിയാണോ ഇവരെ കൂടുതൽ സ്വാധീനിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഈ ബുധൻ്റെ മേൽ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ദാമ്പത്യ ജീവിത വിജയത്തെ കൊടുക്കും. എന്നാൽ ശനിയുടെ ദൃഷ്ടി ആ ഭാവത്തിലേക്ക് വരുന്നുണ്ട്. ചിലർക്ക് അത് തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശനി ശത്രുവായിട്ട് കാണുന്ന സൂര്യൻ്റെ മേലും ഈ ദൃഷ്ടി വരുന്നുണ്ട്. ചിലർക്കൊക്കെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചിലർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും. ചിലർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അത് പല വിധത്തിൽ വരാം. ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ കൂടി കഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശനി അവിടെ തടസ്സം സൃഷ്ടിക്കും. അത് രോഗമാകട്ടെ, വഴക്കാകട്ടെ, അഭിപ്രായ വ്യത്യാസമാകട്ടെ, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തടസ്സത്തെ അവിടെ സൃഷ്ടിക്കും ചിലരുടെ ജീവിതത്തിൽ. ചിലർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസവുമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. പെൺമക്കളെ കൊണ്ടുള്ള അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. തൊഴിൽപരമായുള്ള നേട്ടം അനുകൂലമാണ്. അങ്ങനെ പല കാര്യങ്ങളിലും ഇവർക്ക് നേട്ടമാണ്. ചിലരൊക്കെ രോഗത്താലോ കടബാധ്യതകളാലോ ഭാരപ്പെടുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമായിരിക്കും ഇടവക്കൂറുകാർക്ക് ബുധനാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയാനുള്ളത്. അതിൽ ശ്രദ്ധ കൊടുക്കുക. ഇവിടെ പ്രശ്നങ്ങളോ വഴക്കോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ സ്നേഹമായിട്ട് രമ്യമായിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം തേടി വന്നാൽ പോലും അതിൽ നിന്ന് ബുദ്ധിപരമായി ഒഴിഞ്ഞ് നല്ല രീതിയിൽ സഹകരിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകൾക്ക് ശത്രുശല്യം ഉണ്ടാകുന്നൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അപ്പോൾ
പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ശത്രുത വന്നു ചേരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അത് സ്ത്രീകളെ സംബന്ധിച്ച് പല വിധത്തിൽ വരാം. ദാമ്പത്യ ജീവിതത്തിൽ അതൊരു പ്രശ്നമായി മാറാം. അതുപോലെ തന്നെ ഇവർ മറ്റ് ഫ്രണ്ട്ഷിപ്പും സൗഹൃദവും ഉള്ളവർക്കൊക്കെ ആ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത് അവരുമായിട്ടുള്ള ശത്രുതയോ അതൊക്കെ വൈരാഗ്യമായി മാറുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളിൽ കൂടിയാണല്ലോ ഒട്ടുമിക്ക ആൾക്കാരും ഒക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ സുഹൃത്ത് ബന്ധങ്ങളിൽ സുഹൃത്തുക്കൾ തമ്മിൽ കലഹിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിലർക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടെങ്കിലും അതിന് സമാന്തരമായുള്ള സുഹൃത്ത് ബന്ധമൊക്കെ നടത്തുന്നവരുണ്ട്. അവർക്കൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കൂടുതലും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ബുധനാഴ്ച ദിവസം മിഥുനക്കുറിൽപ്പെട്ട മകരം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരുപാട് പേര് ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. അതാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ശത്രുത ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ കലഹ സ്വഭാവം, അതിനോടനുബന്ധിച്ച് കലഹ സ്വഭാവം ഉണ്ടാവും. ചിലർ മറ്റ് അവിഹിതമായ മാർഗങ്ങളിലേക്കൊക്കെ പോയി അവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം വൃശ്ചികൻ രാശിയിലാണ് നിൽക്കുന്നത്. വൃശ്ചികൻ രാശി എന്ന് പറഞ്ഞാൽ ആ രാശിയുടെ അധിപൻ നീചനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും വൃശ്ചിക രാശിയിൽ സൂര്യന് നിൽക്കുന്നു. അപ്പോൾ സൂര്യനും കൂടെ നിൽക്കുന്നത് കൊണ്ട് അവിടെ ഒരു കലഹത്തിൻ്റേതായ ഒരു രീതി, ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശത്രുശല്യം ഉണ്ടാകുവാനും കലഹം ഉണ്ടാകാനും സാധ്യതയുണ്ട്. സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ചിലർക്കൊക്കെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ കടബാധകളാലൊക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എന്തായാലും ഉറപ്പായിട്ട് ശത്രുത ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബസുഖമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമല്ല. കാരണം ഇവിടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി അമാവാസിയിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. തൊഴിൽപരമായുള്ള നേട്ടമില്ല, ദാമ്പത്യ ജീവിത വിജയമില്ല, അങ്ങനെ പല കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. എന്നാൽ ചിലരൊക്കെ പറയും ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് പറയുന്നവർ വിചാരിക്കുക അവർക്ക് ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ജനിച്ച സമയത്ത് ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് ദോഷമൊന്നും വന്നു തരത്തില്ല എന്ന് വിചാരിക്കാം. എന്നാൽ പൊതുവെ ഈ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതി പ്രകാരം കലഹവും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് ബുധനാഴ്ച ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ അവരുടെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ അഷ്ടമത്തിൽ വരുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നുണ്ടോ എനിക്കറിയത്തില്ല. കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ കർക്കിടകൻ രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ്റെ അഷ്ടമത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. ആ ശനിയുടെ അഷ്ടമത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയമാണ്. ശനിയുടെ അഷ്ടമം എന്ന് പറഞ്ഞാൽ ഏതാണ്? കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ കൂടി ഈ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ മനുഷ്യർ എത്തിച്ചേരുന്ന സമയമാണ്. മരണത്തോട് മല്ലടിക്കുന്ന സമയം വരെ ഉണ്ടാകാം എന്നുള്ളതാണ് അവിടെ പറയുന്ന കാര്യം. ആയുസ്സിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ശനിയുടെ അഷ്ടമത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുമ്പോഴാണ് ഒട്ടുമിക്ക ജാതകരുടെയും ജാതകത്തിൽ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അതാണ് ശനിയുടെ അഷ്ടമത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയമാണ്. അത് ശനി ദശാകാലം നേരിടുന്ന പ്രായക്കാരൊക്കെ ആ സമയത്ത് അഷ്ടമത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോഴാണ് അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പെട്ടെന്ന് രോഗമുണ്ടായി അവർ ആശുപത്രിയിൽ അഭയം പ്രാപിച്ച് മരണത്തെ സ്വീകരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നൊരു സമയമാണ്. വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിലും ആപത്തും അനർത്ഥങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടായി ഈ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. കാരണം ചന്ദ്രന് ബലം ഒട്ടും തന്നെ ഇല്ല. അമാവാസിയിലേക്കാണ് ചന്ദ്രൻ കടന്നു പോകുന്നത്. അപ്പോൾ ചന്ദ്രൻ പോകുന്ന അല്ലെ സഞ്ചരിക്കുന്ന രാശി എന്ന് പറയുന്നത് ബുധനാഴ്ച വൈകുന്നേരം 4:36 വരെ കന്നി രാശിയിൽ കൂടിയാണ് പോകുന്നത്. കാരണം ഈ ബുധൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ഒരു ഗ്രഹമാണ്. ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ കൂടിയാണ് ഈ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ബുധൻ്റെ ശത്രുവായ ചന്ദ്രൻ ബുധൻ്റെ ക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയം ശനിയുടെ അഷ്ടമത്തിൽ വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് ശനിയുടെ അഷ്ടമത്തിൽ വരികയും ചെയ്യുന്നത് കൊണ്ട് ആപത്തുകളും അനർത്ഥങ്ങളും അപകടങ്ങളും മരണതുല്യമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ചന്ദ്രൻ ഒട്ടും തന്നെ ബലമില്ല. കർത്തവാവിലേക്ക് അമാവാസിയിലേക്ക് ചന്ദ്രൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട്
ബലമില്ലാത്തൊരു ചന്ദ്രന് മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശക്തിക്കൊന്നും അല്ലെങ്കിൽ ശരീരത്തിന് പ്രതിരോധ ശക്തിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകാത്ത, അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള നേട്ടവും മക്കളെ കൊണ്ടുള്ള നേട്ടമോ ഒരു വിധത്തിലുള്ള നേട്ടമൊന്നും ഈ കർക്കിടകക്കുറുകാർക്ക് അനുകൂലമായ സമയമല്ല ഇപ്പോൾ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് ധനപരമായ വിഷയങ്ങൾ അവരെ അലട്ടുന്ന ഒരു ദിവസമായിരിക്കും. കുടുംബസുഖം ഉണ്ടാകണമെന്നില്ല, അതുപോലെ തന്നെ ധനപരമായ പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അവരെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. തൊഴിൽ ഗുണവും മക്കളെ കൊണ്ടുള്ള അനുഭവം ഒഴികെ മറ്റുള്ള പല കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാല, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അവർക്ക് ലാഭകരമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ അവർക്ക് അത് വന്നു ചേരാൻ സാധ്യത കുറവാണ്. തിക്താനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും ബുധനാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം അവരുടെ ജന്മഭാവത്തിൽ ശനിയുടെ അഷ്ടമത്തിൽ ചന്ദ്രൻ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഖേദകരമായ അല്ലെ ദുഃഖകരമായ സാഹചര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ട ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ ശനിയുടെ അഷ്ടമത്തിലാണ് ചന്ദ്രൻ വന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ദുഃഖകരമായ സാഹചര്യങ്ങൾ, ഒരുപക്ഷെങ്കിൽ അവരുടെ ബന്ധുജനങ്ങളൊക്കെ മരണപ്പെട്ട് അവരുടെ മരണ വീടുകളിലൊക്കെ പോകാൻ കഴിയുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക, ആരെങ്കിലും അത്യാഹിത നിലയിൽ ആശുപത്രിയിൽ കഴിയുക, അല്ലെങ്കിൽ അവർക്ക് ഭർത്താവിൻ്റെയോ രോഗാവസ്ഥ മൂലം ഭാരപ്പെടുക. ഇവരുടെ ജന്മത്തിലെ ശനിയുടെ അഷ്ടമത്തിൽ വരുന്ന ചന്ദ്രനെ ഈ രാഹു വീക്ഷിക്കുന്നു. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ തന്നെയാണ് ഈ കന്നിക്കൂറുകാർക്കും ബുധനാഴ്ച ദിവസം വന്നു ചേരാൻ സാധ്യതയുള്ള. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാണെങ്കിൽ വൃശ്ചികൻ രാശിയിലാണ് നിൽക്കുന്നത്. വൃശ്ചികൻ രാശിയുടെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കന്നിക്കൂറുകാർക്കും വലിയ അനുകൂലമായ അനുഭവങ്ങളൊന്നും തന്നെ വരാനില്ല. അവർ പങ്കെടുക്കുന്ന കാര്യങ്ങൾ മംഗളകർമ്മങ്ങളാകണമെന്നില്ല. ദുഃഖകരമായ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്കുണ്ടാകുക എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല ബുധനാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം കലാകാരന്മാരായിട്ടുള്ളവർക്ക് ശോഭിക്കാൻ പറ്റുന്ന അല്ലെ കലാപരമായ മേഖലകളിൽ ധനം വന്നുയരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും അവിടെ ശത്രുതകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് കലാപരമായ കഴിവുകൾ കാണിച്ച് ധനം ശേഖരിക്കുവാൻ, ധനം സമാഹരിക്കുവാൻ ഒക്കെ സാധിക്കുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ശത്രുത ഉണ്ടാകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതൊരു വലിയ വിഷയമാണ്, മനസ്സിലാക്കുക. അപ്പോൾ ശത്രുതയുടെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാനും സാധ്യതയുണ്ട്. ചിലർ കലാപരമായ മേഖലകളിൽ കലാകാരന്മാരൊക്കെ ശോഭിച്ച് അവർക്ക് ധനം കിട്ടിയാൽ അവിടെ ശത്രുത ഉണ്ടാകും. ചിലർ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ വലിയ മെച്ചമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലരുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ കാര്യമായി പ്രതീക്ഷിക്കാം എന്നുള്ളതല്ലാതെ മറ്റു പല കാര്യങ്ങളും പ്രതിസന്ധി നിറഞ്ഞ അനുഭവം തന്നെ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ബുധനാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ശത്രുതറിഞ്ഞ അനുഭവങ്ങളൊക്കെയാണ്. തൊഴിൽപരമായുള്ള പ്രതിസന്ധി, തൊഴിലിടങ്ങളിൽ ശത്രുതറിഞ്ഞ അനുഭവങ്ങൾ, ഇതൊക്കെ അവർക്ക് നേരിടേണ്ട ഒരു സമയമാണ്. ഭാഗ്യാനുഭവങ്ങളൊന്നും തന്നെ തുണയ്ക്കുന്നൊരു സമയമല്ല. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ അവർക്ക് 2-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. സ്ത്രീകൾ മുഖേന ധനം വന്നുയരാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം, ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കാം. പക്ഷെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആ കുടുംബസുഖവും ദാമ്പത്യ ജീവിത സുഖവും ഒക്കെ നൽകുന്നതിൽ അപ്പുറത്തായിട്ടുള്ള ഒരു തിക്താനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. തൊഴിലിടങ്ങളിൽ പ്രശ്നമുണ്ടാകുക, മറ്റുള്ളവരുമായിട്ട്, അതായത് അവർക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് അവർക്ക് ശത്രുത വന്നു ചേരുക,
ധനപരമായിട്ടുള്ള വിഷയത്തിൽ ശത്രുത ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള പല പ്രതിസന്ധികളും അവർക്കുണ്ടാകും. ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരുക, തിക്താനുഭവങ്ങൾ വന്നു ചേരുക, അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളുമൊക്കെ വന്നു ചേരുന്ന സമ്മിശ്രമായ ഒരു അനുഭവത്തിൽ കൂടിയാണ് ബുധനാഴ്ച ദിവസം ഈ വൃശ്ചികക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം 3 കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിവസമാണ്. പ്രതികൂലമായ 3 അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും. അതായത് 3 സാഹചര്യങ്ങളിൽ അവർ വേദനിക്കുവാൻ സാധ്യതയുണ്ട്. 1 തൊഴിൽ പ്രശ്നം, 2 ധനവിഷയം, 3 ദാമ്പത്യ പ്രശ്നം. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങൾ, പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. കലാകാരന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് ധനനേട്ടവും കാര്യവിജയം പ്രതീക്ഷിക്കാമെന്നൊരു ദിവസമാണെങ്കിലും ശത്രുത കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ധനുക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം ദോഷം ചെയ്യാത്തൊരു അനുഭവമായി വന്നു ചേരും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ദുഃഖകരമായ സാഹചര്യങ്ങളിൽ പങ്കുചേരേണ്ട ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം. കാരണം അവരുടെ കുടുംബഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. ശനിയുടെ അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്നു. അപ്പോൾ അങ്ങനെ ചന്ദ്രൻ വരുമ്പോൾ ബന്ധുമിത്രാദികൾക്ക് ആപത്തോ അനർത്ഥങ്ങളോ മരണമോ ഒക്കെ ഉണ്ടായി അവിടെയൊക്കെ പോകേണ്ട ഒരു ദിവസമായി വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ബുധൻ്റെ ക്ഷേത്രത്തിൽ കൂടിയാണല്ലോ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ചന്ദ്രൻ ശനിയുടെ അഷ്ടമത്തിൽ വരും. ശനി ഇവരുടെ കുടുംബത്തിൻ്റെ അധിപനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരും. ചിലർക്കൊക്കെ ശാരീരികമായി വലിയ മെച്ചമായ സ്ഥിതിയൊന്നും ഉണ്ടാകണമെന്നില്ല. ശരീരസുഖം കുറവായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചന്ദ്രൻ അമാവാസിയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് കറുത്ത പക്ഷത്തിൽ ജനിച്ചവർക്ക്, കറുത്തവാവിനോടൊക്കെ അനുബന്ധിച്ച് ജനിച്ചവർക്ക് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചെന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഓർത്തു പറയുകയാണ്. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ബന്ധുമിത്രാദികളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ദിവസമായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായുള്ള പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. കാരണം 10ാം ഭാവത്തിൽ തൊഴിലിൻ്റെ കാരകഗ്രഹങ്ങളായ ബുധനും സൂര്യനും നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ വളരെ അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ബുധ രവി യോഗം എന്ന് പറയുന്നത് പോലെ അതുപോലെയുള്ള ഒരു അനുഭവം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന, തൊഴിൽപരമായുള്ള രാജയോഗ തുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പോൾ അവരുടെ തൊഴിൽപരമായിട്ടുള്ള അനുഭവം മെച്ചമാകുന്നതുകൊണ്ട് അത് മുഖേന വീട്, വസ്തു, വാഹനം ഒക്കെ വാങ്ങിക്കുവാനുള്ള നേട്ടമുണ്ടാവും. ഭൂമി ഒഴികെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അവർക്ക് നേട്ടത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം കേന്ദ്രഭാവത്തിൽ തൊഴിലിൻ്റെ കാരഗ്രഹങ്ങളായ ബുധനും അതുപോലെ തന്നെ സൂര്യനും ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല അനുഭവം പ്രതീക്ഷിക്കാം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും അവർക്ക് എല്ലാ കാര്യങ്ങളിലും. കാരണം അവരുടെ ത്രികോണഭാവത്തിൽ ബുധനും അതുപോലെ തന്നെ സൂര്യനും ഒരുമിച്ച് നിൽക്കുന്ന ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് വലിയ നേട്ടമോ വലിയ കോട്ടമോ ഒന്നും വന്നു ചേരാതെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം കടന്നു പോകും. ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ബാക്കി ഒട്ടുമിക്ക കാര്യങ്ങളും അവർക്ക് അനുകൂലമായ സമ്മിശ്രമായ അനുഭവങ്ങൾ, വലിയ ദോഷമൊന്നും വരത്തില്ല, വലിയ നേട്ടവും വരാത്ത അനുഭവത്തിൽ കൂടി മീനക്കൂറുകാർ ബുധനാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. അവിടെ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ചിലർക്ക് വന്നു ചേരാം. എങ്കിലും വലിയ ദോഷം വരാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.